മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ പ്രൈമർ അത്യാവശ്യമാണ്. ഓക്കെ, ഈ ബ്ലഷ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൗഡർ ബ്ലഷസ് എനിക്ക് അല്ലാണ്ടുണ്ട്, പൗഡർ ബ്ലഷസ് അല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽസ് വാങ്ങിക്കാം. കിറ്റെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബേസിക് മേക്കപ്പ് കിറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു മേക്കപ്പ് കിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ് ഇതിൽ കാണിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സാണ് ഞാൻ എന്താ പറയുക ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത്, അതാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് കിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടോയെന്ന്. അപ്പം കുറേ പേരൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് അവർ വീണ്ടും ചോദിച്ചത് മേക്കപ്പ് കിറ്റ് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലും മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിൽ വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ, അതായത് ബേസിക് ആയിട്ട് ഒരു മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെ വേണം എന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. മെയിനായിട്ട് എൻ്റെ ഒരു മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെപ്പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക ഒരു നോ മേക്കപ്പ് ലുക്ക് പോലത്തെ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. മൈ ഗോ ടു മേക്കപ്പ് ലുക്ക്, അതായത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മേക്കപ്പ് ലുക്ക്, ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നൊരു മേക്കപ്പ് ലുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്കിൻ ലൈക്ക് ലുക്കിന് എങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കായിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമല്ല എൻ്റെ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ കിറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് അല്ലാതെ മേക്കപ്പ് കിറ്റ് എന്നും പറഞ്ഞൊരു സംഭവം ഇല്ല. ഞാൻ ഇതാണ് ഇത് വന്നിട്ട് എനിക്ക് നൈക്കയിൽ കിട്ടിയൊരു ബോക്സാണ്. ഓക്കെ, ഇപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എടുത്തത്. കാരണം വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറുള്ളൂ. ചില ദിവസങ്ങളിൽ ഞാൻ മേക്കപ്പ് പോലും ഇടാത്ത ദിവസങ്ങളും ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് മെയിനായിട്ട് ഈ ഒരു ബോക്സിൽ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അഫോർഡബിൾ റേഞ്ച് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ 500 റുപ്പീസിന് താഴെ വരുന്ന പ്രോഡക്റ്റ്സാണ്. ബട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് എടുക്കുമ്പോഴത്തേക്കും എന്താണ് ഒരു 2000 എബോ ഒക്കെ പോവും. ഓക്കെ, പക്ഷേ ഡിസ്കൗണ്ട് വരുന്ന സമയം നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും നിങ്ങൾക്കൊരു മേക്കപ്പ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു 2000-നകത്ത് വരുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു മേക്കപ്പ് കിറ്റോ അല്ലെങ്കിൽ 1500-നകത്ത് വരുന്ന ഒരു പ്രോഡക്ട്സിൻ്റെ മേക്കപ്പ് കിറ്റോ കാണിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാ മേക്കപ്പ് ലുക്കിലും പ്രെപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ടോണർ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, പ്രൈമർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ടോണറിൻ്റെയും മോയ്സ്ചറൈസറിൻ്റെയും കാര്യമൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ബട്ട് പ്രൈമറിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. പ്രൈമറിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൗണ്ടേഷൻ ആയിരിക്കുമല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ മാത്രമല്ല നമ്മുടെ മേക്കപ്പിനൊരു ബേസ് കിട്ടാനും പ്രൈമർ അത്യാവശ്യമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പ്രൈമറിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ബട്ട് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവണം എന്നുണ്ടെങ്കിൽ പ്രൈമർ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൈമറിന് വേണ്ടി ഇവിടെ കാണിക്കുന്നത് ലാക്മേ ആബ്സല്യൂട്ട് ബ്ലോ പെർഫെക്റ്റ് പ്രൈമറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൈമറാണ്. ഇത്രയും വലിയതിൻ്റെ വില വന്നിട്ട് 750 ആണ്. ബട്ട് ഇതല്ല വാങ്ങിക്കാൻ പറയുന്നത്, ഇതിൻ്റെ ചെറുത് കിട്ടും. ഓക്കെ, സ്മോൾ വൺ, അത് 200 സംതിങ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു മിനിറ്റ്, 300 റുപ്പീസിന് നമുക്ക് ഇതിൻ്റെ ചെറുത് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയാലും മതി. പിന്നെ ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൈമർ വന്നിട്ട് അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പ്രൈമറാണിത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബ്രാൻഡ്സിൻ്റെ പ്രൈമേഴ്സ് കിട്ടും, ഇൻസൈറ്റോ നൈക്കയോ ഇതിൻ്റെയൊക്കെ പ്രൈമേഴ്സ് നല്ലത് തന്നെയാണ്. ബട്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്, ലാക്മേയുടെ ആബ്സല്യൂട്ടിൻ്റെ ബ്ലോ പെർഫെക്റ്റ് പ്രൈമർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ് ഞാൻ അടുത്ത കാണിക്കാനായിട്ട് പോകുന്നത്. ഫൗണ്ടേഷനിൽ ഞാൻ 2 പ്രോഡക്റ്റ്സ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ വന്നിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റും, രണ്ടാമത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫൗണ്ടേഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റുമാണ്. ഇത് വന്നിട്ട് മേബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന ഫൗണ്ടേഷനാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് അറിയായിരിക്കും. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഫിറ്റ്മി റേഞ്ചിൽ വരുന്ന ഈ ഒരു ഫൗണ്ടേഷൻ. ഓക്കെ, ബട്ട് ഞാൻ ഇത് ഡെയിലി ബേസിസിൽ ഇങ്ങനത്തെ ലിക്വിഡ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറില്ല. അതിന് പകരമായി ഞാൻ യൂസ് ചെയ്യുന്നത് മൂസ് ഫൗണ്ടേഷനാണ്. ഇത് വന്നിട്ട് ലാക്മേയുടെ 9 to 5 വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളല്ല, ബട്ട് എനിക്കിത് PR കിട്ടിയ ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളൊരു ഫൗണ്ടേഷൻ നമുക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയ്ക്കും എന്താ പറയുക, ഇത് മൂസ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഈ ഒരു കാര്യത്തിൽ. ബട്ട് ഇതിൽ എന്തെങ്കിലും ഒരു സ്പഞ്ചോ ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം, എങ്കിലേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് വന്നിട്ട് 25 ഗ്രാമിൻ്റെ പ്രോഡക്റ്റാണ്. വില വന്നിട്ട് 575 റുപ്പീസാണ്. പക്ഷേ 6 ഗ്രാമിൻ്റെ പ്രോഡക്റ്റും, അതായത് ഇതിൻ്റെ ചെറുതും കിട്ടും. അത് വന്നിട്ട് 100 and സംതിങ്ങേ ഉള്ളൂ. ഇതിൽ കാണിക്കുന്നത് 128 എന്നാണ് ലാക്മേയുടെ പേജിൽ കാണിക്കുന്നത്. ആ ഒരു 100 and സംതിങ്ങേ ഉള്ളൂ ചെറിയ ഇതിൻ്റെ കുഞ്ഞ് സൈസിന് ഉള്ള പ്രൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ തന്നെ വേണം, ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ മേബിലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഇതിൻ്റെ വില വന്നിട്ട് 299 ആണ്, അതായത് 300 റുപ്പീസാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഇതും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ബിൽഡബിൾ കവറേജ് ആണ്, നന്നായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഷിയർ ടു മീഡിയം കവറേജ് ആണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഷിയർ കവറേജ് ആണ്, ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരും. ബട്ട് പാടുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുന്ന, ഒന്ന് ഡിമ്മാക്കും. ഓക്കെ, പക്ഷേ കാണാൻ പറ്റും. ആ ഒരു രീതിയിലായിരിക്കും കവറേജ്. ഷിയർ കവറേജ് ആണ്, ഫുൾ കവറേജ് ഒന്നുമല്ല. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യം വരുമ്പോൾ ഇതാണ്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന കോമ്പാക്ട് പൗഡർ വന്നിട്ട് L18 ആണ്. ആ ഒരു കോമ്പാക്ട് പൗഡർ ഇപ്പോൾ ഞാൻ തപ്പിയിട്ട് ഇവിടെ കാണുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഫിറ്റ്മി റേഞ്ചിൽ വരുന്ന കോമ്പാക്ട് പൗഡറും യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ NYKAA അതുപോലുള്ള ബ്രാൻഡ്സിൻ്റെയൊക്കെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കോമ്പാക്ട് പൗഡേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ ലിസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ, ഇതെല്ലാം തന്നെ ഒരു 400-300 അകത്തൊക്കെ വരുന്ന പ്രോഡക്റ്റ്സ് ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കോമ്പിനേഷൻ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമ്പാക്ട് പൗഡറും കൂടെ വെച്ചേക്കാം. ഓക്കെ, ഇനി വന്നിട്ട് ബ്രോ ആണ്. ബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, പെറ്റൻറൈലിൻ്റെ ഐബ്രോ കിൽറ്റ് അൾട്ടിമേറ്റ് ബ്രോ കിറ്റ്. ഇതിൻ്റെ വില വന്നിട്ട് 499 ആണ്. ബട്ട് ഇതിനെക്കാട്ടിയും റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടും. ഹോക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി വാങ്ങിച്ചാൽ മതി. ഞാൻ ഇവിടെയോ കൊടുത്തിരിക്കാം അതിൻ്റെ പേര്. ഓക്കെ, ആ സൈറ്റിൻ്റെ പേര്. അവിടെ കയറി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പെറ്റൻറൈലിൻ്റെ പ്രോഡക്ട്സോ അങ്ങനെ കുറേ പ്രോഡക്ട്സ് അതിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനൊക്കെ റേറ്റ് കുറവാണ്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ബ്രോ ജെല്ലാണ്. ഓക്കെ, ബ്രോ ജെല്ലാണ്. ബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഇതുപോലൊരു എന്താ പറയുക, ആംഗുലർ ബ്രഷ്, ചെറുത് ബ്രഷ് കിട്ടുന്നുണ്ട്. ചെറുതാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഒരു എന്താ പറയുക, ഐബ്രോസ് എടുക്കുന്ന ഒരു ട്വീസറും കൂടെ കിട്ടുന്നുണ്ട്. ബട്ട് അത് എവിടെയോ പോയി. ഓക്കെ, ഇത് കുറേ നാളായിട്ട് എൻ്റെ ഇരിക്കുന്നൊരു പ്രോഡക്റ്റാണ്. മാത്രമല്ല ഇതിലൊരു കുഞ്ഞു മിററും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മിററും കൂടെ വരുന്നുണ്ട്. സോ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് വേറെ മിറർ അടിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ മിററും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. ഇത് മാത്രമേ ഞാൻ ഐബ്രോസിൽ പറയുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽസ് വാങ്ങിക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ പെൻസിൽസ് കാണിക്കാനില്ല, കാരണം ഞാൻ ഐബ്രോ പെൻസിൽസ് യൂസ് ചെയ്യാറില്ല. ഉണ്ട്, ഇല്ലയെന്നല്ല, ബട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായി യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ പണ്ടേ ഉണ്ടായിരുന്ന ഐബ്രോ പെൻസിൽസാണ്. ഇത് വന്നിട്ട് മേബ്ലീൻ്റെ ഐബ്രോ പെൻസിലാണ്. സോ നിങ്ങൾക്ക് എങ്ങനത്തെ ഐബ്രോ പെൻസിൽസൊക്കെ വാങ്ങിക്കാം. അഫോർഡബിൾ റേഞ്ചിൽ ഇഷ്ടംപോലെ ഐബ്രോ പെൻസിൽസ്, എറ്റ്യൂഡ് ഹൗസിൻ്റെയൊക്കെ ഐബ്രോ പെൻസിൽസ് വാങ്ങിക്കാൻ കിട്ടും. സോ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. റിട്രാക്റ്റബിൾ ഐബ്രോ പെൻസിൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐബ്രോ പെൻസിൽ, മീൻസ് ഐബ്രോസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്. സോ അടുത്ത് വന്നിട്ട് ഐലൈനറാണ്. ഐലൈനറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ലാക്മേയുടെ പ്രോഡക്റ്റാണ്. ഇത് അത്യാവശ്യം വിലയുള്ള ഒരു പ്രോഡക്റ്റാണ്. ലാക്മേയുടെ ആബ്സല്യൂട്ട്
ഷൈൻ ലൈൻ എന്ന് പറഞ്ഞൊരു ഐലൈനർ. ഇത് വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 450 റുപ്പീസൊക്കെ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. നീല കളർ വാങ്ങിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ ബ്ലാക്ക് വൺ കിട്ടും. ഇത് ലാക്മേയുടെ തന്നെ ഇൻസ്റ്റാ ലൈനറാണ്. പക്ഷേ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ല. ഓക്കെ, ഇത് വാങ്ങിക്കാം, വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം. ഇത് 100 സംതിങ് ആണ് എൻ്റെ ഓർമ്മ. ഇതെനിക്ക് അല്ലാണ്ട് കിട്ടിയതാണ്. 100 സംതിങ് ആണ് ഇതിൻ്റെ വില. ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നൊരു ഐലൈനറാണ്. പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഐലൈനേഴ്സ്, കൊളോസലോ അങ്ങനെയുള്ള ഏത് ഐലൈനേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് എൻ്റെ സജഷനാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റിൽ എനിക്കിഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചത്. വേറെ ഐലൈനേഴ്സ് ഉണ്ട്, ബട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ ഒരു ഐലൈനറാണ്. സോ ഇത് ഓക്കെ. ഇനി ഞാൻ അടുത്ത കാജലിൻ്റെ കാര്യമാണ് പറയുന്നത്. കാജലിന് ഞാനിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന കാജലെന്നൊന്നും പറയുന്നില്ല. യു ക്യാൻ ട്രൈ എനി കാജൽ, ബട്ട് അത് സ്മച്ച് പ്രൂഫ് ആയിരിക്കുന്നതേ ഉള്ളൂ. സ്മച്ച് പ്രൂഫ് അല്ലാത്ത കാജൽസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ താഴെ വരച്ചിട്ട് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എക്ഷിയെ പോലെ ഇരിക്കും. സോ അതുകൊണ്ട് സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള കാജൽസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നൈക്കയോ അല്ലെങ്കിൽ KAJALയോ അതിൻ്റെയൊക്കെ കാജൽസ് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ കിട്ടും. 300-നകത്തേ ഉള്ളൂ ഇതിൻ്റെ വിലയൊക്കെ. ഞാൻ പ്രോഡക്റ്റ് സജഷൻ പറ്റുമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും വാങ്ങിക്കാനായിട്ട്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ബ്ലൂ ഹെവൻ്റെയൊക്കെ കാജൽസ് ഉണ്ട്, ബട്ട് ഇതൊക്കെ വളരെ അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, സ്മഡ്ജ് ആവും. സോ ബെറ്റർ സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള കാജൽസ് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള കാജൽസ് യൂസ് ചെയ്യുക. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പ്രോഡക്റ്റ്സ് പറയാം. ഒന്ന് വന്നിട്ട് ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മസ്കാരയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് എസൻസിൻ്റെ ഗെറ്റ് പിക് ലാഷസ് വോളിയം ബൂസ്റ്റ് മസ്കാര. ഇത് അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയൊരു മസ്കാരയാണ്. വില വന്നിട്ട് 295. ഇതിൻ്റെ വില വന്നിട്ട് 600 സംതിങ്ങോ 700 സംതിങ്ങോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. ഇത് അഫോർഡബിൾ റേഞ്ചിൽ എൻ്റെ കയ്യിൽ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതുമാതിരി തന്നെ വർക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതും. നല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അടിപൊളി മസ്കാരയാണ്. നല്ല വോളിമിനസ് ബിഗ് ലാഷസ് നമുക്ക് തരും. സോ ഇതും എനിക്കിഷ്ടമാണ്, ഇതും എനിക്കിഷ്ടമാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി എനിക്ക് മേക്കപ്പിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലഷാണ്. എനിക്ക് ബ്ലഷ് പണ്ട് ഭയങ്കര ഇഷ്ടം അല്ലാത്തൊരു കാര്യമായിരുന്നു. ബിക്കോസ് എനിക്ക് അൺനാച്ചുറൽ ഫീലിംഗ് ആയിട്ട് തോന്നും ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. ബിക്കോസ് നമ്മൾ അത്രയ്ക്കും വെളുത്ത് തുടുത്തിരിക്കുന്നവരൊന്നും അല്ലല്ലോ. സോ അതുകൊണ്ട് എനിക്ക് ബ്ലഷ് ഇടുമ്പോഴത്തേക്കും അത്ര രസം ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്കിപ്പോൾ ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഇട്ടാലും ഇഷ്ടമാണ്. സോ ഞാൻ ബ്ലഷും കാണിക്കുന്നുണ്ട്. ബ്ലഷിന് വേണ്ടി ഞാൻ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ബ്ലഷാണ്. ഇത് വന്നിട്ട് ക്രീമി ബ്ലഷാണ്. ഓക്കെ, ക്രീം ബ്ലഷാണ്. ഇത് വന്നിട്ട് ലിക്വിഡ് ബ്ലഷാണ്. വാട്ടർ ഫിറ്റ് ടിൻറ്റ് എക്സ് ഏതിൻ്റെയാ, ഫേസ് ഷോപ്പിൻ്റെയാണ് കേട്ടോ. ഇത് ഫേസ് ഷോപ്പിൻ്റെ ലിപ് ആൻഡ് ചീക്ക് ടിൻറ്റാണ്, ലിക്വിഡാണ്. ഓക്കെ, ഇത് ക്രീം പ്രോഡക്റ്റാണ്. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഇതും ഇഷ്ടമാണ് എന്നല്ല, ഇതും എനിക്കിഷ്ടമാണ്. ഇത് 2 കൂടെ ചേർത്താണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 2 പ്രോഡക്റ്റ്സും അത്യാവശ്യം ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 500 സംതിങ്ങോ 600 സംതിങ്ങോ ആണ് ഇതിൻ്റെ വില. താഴെ റേറ്റ് കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിനും റേറ്റ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ വിലയുണ്ട്. 500 600 സംതിങ് ആണ് ഇതിൻ്റെയും. അതോ 400 സംതിങ്ങോ അങ്ങനെയാണ് ഇതിൻ്റെയും റേറ്റ്. അപ്പോൾ ഇത് രണ്ടുമാണ് ബ്ലഷിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പ്രോഡക്റ്റ്സ്. എൻ്റെ ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പ്രോഡക്റ്റ്സ്. ഈ ബ്ലഷ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൗഡർ ബ്ലഷസ് എനിക്ക് അല്ലാണ്ട് ഉണ്ട്. പൗഡർ ബ്ലഷസ് അല്ല, ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ബ്ലഷസാണ്. സോ ഇതാണ് ബ്ലഷസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പ്രോഡക്റ്റ്സ്. ഇനി ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കാണിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്സ് ആണ്. ലിപ്സ്റ്റിക്സിൽ നിങ്ങൾക്ക് മേക്കപ്പ് കിറ്റിൽ 2 ഷെയ്ഡ്സ് വയ്ക്കാം. ഒന്ന് വന്നിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡും നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡും. ഡാർക്ക് ഷെയ്ഡ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കല്യാണത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫങ്ഷൻസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ
കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഒരു ന്യൂഡ് ഷെയ്ഡ് യൂസ് ചെയ്യാം. എനിക്കിഷ്ടമുള്ള പ്രോഡക്റ്റ് എന്ന് വന്നിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വന്നിട്ട് ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്പ് ലൈനറാണ്. ഇത് വന്നിട്ട് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ച ലിപ്പ് ലൈനേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉള്ളൊരു ലിപ്പ് ലൈനറാണ്. എൻ്റെ ഷെയ്ഡ് നമ്പർ ചോക്കോ ന്യൂഡ് 03. ഇത് എനിക്കിഷ്ടമാണ്. പിന്നെ ഉള്ള ലിപ് ഷെയ്ഡിൽ എനിക്കിഷ്ടമുള്ളത് വെച്ചിട്ട് നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറയുന്നൊരു ഷെയ്ഡുണ്ട്. അതും എനിക്കിഷ്ടമാണ്. അത് 200 സംതിങ്ങിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ന്യൂഡ് ഷെയ്ഡ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ന്യൂഡ് ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഇട്ടേക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ആമസോണിയൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ആമസോണിയൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ബട്ട് ഇത് കുറച്ച് റേറ്റ് ഉള്ള പ്രൊഡക്റ്റാണ്. 600 സംതിങ് 699 ആണ് ഇതിൻ്റെ വില. ഓക്കെ, ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ചെറിയൊരു മേക്കപ്പ് കിറ്റിൽ ഇത്രയും വിലയുള്ള പ്രോഡക്റ്റ് പാടായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ. ഇതാണ് ഈ ഒരു ഷെയ്ഡ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്രാസ് കാപ്പി എന്ന് പറയുന്ന ഒരു ഷെയ്ഡുണ്ട് നൈക്കയിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്സിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ 11M എന്ന് പറഞ്ഞൊരു ഷെയ്ഡുണ്ട്. 12M എന്ന് പറഞ്ഞാൽ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് 11M ആൻഡ് 12M. ഞാൻ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഈ നൈക്കയുടെ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ 200 റേഞ്ചിൽ വരുന്ന 200 കറക്റ്റ് 200 ആണ് അതിൻ്റെ വില. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 450 റുപ്പീസിന് 575 റുപ്പീസാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില. ഇത് കോംബോ ലിപ്സ്റ്റിക്സാണ്. കോംബോ ലിപ്സ്റ്റിക്കാണ്. അതായത് ഒരു 16 ലിപ്സ്റ്റിക്സ് ഈ ഒരു ഒറ്റ ബോക്സിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു ലിപ്സ്റ്റിക്സാണ്. കണ്ടോ, ഇതിൽ ബ്രൈറ്റ് ലിപ് ഷെയ്ഡ്സും കിട്ടുന്നുണ്ട്, ന്യൂഡ് ലിപ് ഷെയ്ഡ്സും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ചൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചില ലിപ് ഷെയ്ഡ്സ് നിങ്ങൾ യൂസ് ചെയ്ത് പോലും ഇല്ല, പിന്നെ അത് നഷ്ടമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് 450 റുപ്പീസൊക്കെയാണ് എൻ്റെ ഡിസ്കൗണ്ട് റേറ്റിൽ അത്രയൊക്കെ ഉള്ളൂ. എനിക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെറുതെ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഹെർബ്സിൻ്റെ മിനി ലിപ്സ്റ്റിക്സ് ആണ്, അതായത് സാമ്പിൾ ലിപ്സ്റ്റിക്സ് ആണ് കോംബോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് എന്ന് പറയുന്നത്. ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നൊരു മേക്കപ്പ് കിറ്റ്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഞാൻ വെറൈറ്റിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് വന്നിട്ട് നീല കളർ കാജലാണ്, വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഐലൈനേഴ്സോ പിങ്ക് ഐലൈനേഴ്സോ അങ്ങനെ എന്തെങ്കിലും ബ്ലൂ ഐലൈനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി ട്രൈ ചെയ്യാം. അതൊക്കെയാണ് ഈ ബേസിക് മേക്കപ്പ് കിറ്റിൽ ഞാൻ ആഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ബട്ട് ഇതാണ് എൻ്റെ ഒരു ബേസിക് മേക്കപ്പ് കിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് വില കൂടിയ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യും. ബട്ട് ഞാൻ ഇതിൽ അത് ആഡ് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അത് ആഡ് ചെയ്യാത്തത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ കാണിച്ച പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ്സാണ്. ഓക്കെ, ഇനി അല്ല കുറച്ചുകൂടെ കൂടിയ പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. കുറച്ചുകൂടെ കുറഞ്ഞ പ്രോഡക്റ്റ്സിൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് വേണമെന്നുണ്ടെങ്കിലും താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.